ഇന്ന് നമ്മുടെ വീഡിയോ എൻ്റെ 9 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു അടിപൊളി പാർട്ടി വെയറാണ് കേട്ടോ. പാർട്ടി വെയർ ഡ്രസ്സാണ്, സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. അപ്പോൾ മോൾക്ക് 9 വയസ്സാണെങ്കിൽ അവൾ കുറച്ചൊരു വണ്ണുള്ള കുട്ടിയായതുകൊണ്ട് ചിലപ്പോൾ 9 വയസ്സായ കുട്ടികൾക്കുള്ള ആ ഒരു അളവിനേക്കാൾ ഒന്നും കൂടി ഒരു അളവുണ്ട്, ആ ഒരു പ്രായത്തിനേക്കാൾ ഒരു വണ്ണമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് 1/2 മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മീറ്ററിന് 140 രൂപയാണ്. അപ്പോൾ 1/2 മീറ്റർ വാങ്ങിയിട്ടുള്ളൂ നമുക്ക് ഒരു യോക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിന് താഴെ ഉള്ള സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫോണിൽ ഒരു 2.5 മീറ്റർ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അവൾക്ക് കറക്റ്റായിരുന്നു. കുറച്ച് ഈ ഒരു ക്ലോത്ത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ടീനേജ് 10-12 വയസ്സായ കുട്ടിയൊക്കെ ആകുമ്പോൾ ആ ഒരു അളവ് കൂടുതൽ, കുറച്ച് എല്ലാത്തിനും ക്ലോത്ത് കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഇത് പിന്നെ ലൈനിങ് താഴെ ഈ സ്കേർട്ട് ഭാഗത്തേക്ക് ഞാൻ ലൈനിങ് ക്രൈപ്പിൻ്റെ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. അത് 2.5 മീറ്റർ തന്നെയാണ് മുറിച്ച് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ യോക്ക് ഭാഗത്തേക്ക് വെച്ചെടുക്കാനുള്ള ഈ ഒരു ക്ലോത്തിന് ഞാൻ കോട്ടൺ ലൈനിങ് 1/2 മീറ്റർ തന്നെ കട്ട് ചെയ്ത് വാങ്ങി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ക്ലോത്തുകൾ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി. അപ്പോൾ ഇത് നമുക്കിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്താണ് 4ആക്കി ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. ഇപ്പോൾ ഇത് 1/2 മീറ്ററാണ് ഉള്ളത്. ഈ ഒരു ക്ലോത്ത് എന്ന് വെച്ചാൽ അവളുടെ കറക്റ്റ് വീതിയാണ് ഉള്ളത് കേട്ടോ. ചെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അളവുകളൊക്കെ ഉള്ളവർക്ക് 1/2 മീറ്റർ തികയത്തില്ല, 60-70 സെൻറ്റിമീറ്റർ വേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തുക. അതായത് യോക്കിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് മോളുടെ യോക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 12.5 ഇഞ്ചാണ് ഇവിടെ യോക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം അതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ അളവുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ വീതി നമ്മൾ ചെസ്റ്റിന് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം നോക്കാൻ. ബാക്കി മറ്റേത് വേസ്റ്റിൻ്റേത് കുറച്ച് വീതി കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ എടുക്കുകയാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഷോൾഡറിനേക്കാൾ ഒന്ന് കുറച്ചാണ്, 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. 6.5 ഇഞ്ചാണ് ഞാൻ മോൾക്ക് എടുക്കാറ്. അപ്പോൾ അതിൽ 5.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങോട്ട് എന്താ പറയുക, നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തില്ലേ, ആ ഒരു ലെങ്ത്ത് നമ്മൾ 6.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ 12.5 ഇഞ്ച് ആ ഒരു യോക്ക് പാട്ടിൻ്റെ ലെങ്ത്തുമാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഈ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ്, അതായത് 34ആണ് മോളുടേത്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 8.5 ഇഞ്ച് വരും. ആ 8.5യിലേക്ക് 2 ഇഞ്ച് കൂടി കൂട്ടി 10.5 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ യോക്കിൻ്റെ റൗണ്ട് ഭാഗത്ത് 32ആണ്. അപ്പോൾ 4 ഭാഗമാക്കുമ്പോൾ നമ്മൾ 8 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 10 ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവ് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് 1 ഇഞ്ച് മുകളിലേക്കായിട്ടൊന്ന് അടയാളപ്പെടുത്തി ചെറുതായിട്ടൊന്നൊരു ഷേപ്പാക്കി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് താഴേക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തൂങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ട് നമുക്ക് കൈക്കുഴിയും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത് ആ വരച്ചു കൊടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് യോക്ക് പാട്ട് ഈ ഒരു ക്ലോത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിന് ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കോട്ടൻ്റെ ലൈനിങ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച് യോക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് സെയിം അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ അതേ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നെക്കും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നെക്കിൻ്റെ വിടുത്ത് ഷോൾഡർ വിടുത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ലെങ്ത്തും 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് നമ്മൾ 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്, റൗണ്ട് കോളറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് നെക്കാണ് ലെങ്ത്താണ് എടുക്കുന്നത് ബാക്ക് നെക്കിന്. അപ്പോൾ അത് വരച്ചെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിങ്ങിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി നമുക്കിനി ഫ്രണ്ട്
നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നെക്ക് കോളർ നെക്ക് ആയതുകൊണ്ട് 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെറ്റായിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കാണ്, ഇത് ബാക്ക് പീസുമാണ്. അതിൻ്റെ നെക്കൊക്കെ നമ്മൾ വരച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ താഴേക്കുള്ള സ്കേർട്ടിനും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുക്കുന്നത്, ഞാനിങ്ങനെയാണ് അളവെടുക്കാറ്. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് നിവർത്തി വെച്ചിട്ട് നമുക്ക് ഈ 2 താഴ്ഭാഗം യോക്ക് റൗണ്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചൊന്ന് അളവെടുക്കും. അപ്പോൾ ഇത് ഈ 10 ഇഞ്ചാണല്ലോ നമ്മൾ 4 ആക്കി മടക്കി. അപ്പോൾ 2 ആക്കി ഒന്ന് നിവർത്തുമ്പോൾ 20 ഇഞ്ച് വീതി ഈ ഒരു യോക്ക് റൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, 1 ഇഞ്ച് വീതം നമുക്ക് കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് എടുത്തിട്ട് ബാക്കി 2 ഭാഗത്തും നമ്മൾ 1 ഇഞ്ച് എടുക്കുമ്പോൾ 18 ഇഞ്ച് ഉണ്ടാവും. ആ ഒരു 18 ഇഞ്ചാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് ആ 15 ഇഞ്ചിനെ നമ്മൾ 2 ആക്കി ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 15 ഇഞ്ചിന് 2 ആയിട്ട് എടുക്കുമ്പോൾ 18 ഇഞ്ചിന് എടുക്കുമ്പോൾ 9 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വരെ നമ്മൾ സ്കേർട്ടിൻ്റെ അരവണ്ണായിട്ട് വരിക. ഒരു ഭാഗത്ത് കേട്ടോ, അതായത് ഫ്രണ്ട് ഭാഗത്ത് 9 ഇഞ്ചും ബാക്ക് ഭാഗത്ത് 9 ഇഞ്ചും നമ്മൾ മുന്നിലുള്ള ഒറ്റ പീസിൽ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ റൗണ്ടായിട്ടുള്ള അളവല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് ഇതുപോലെ ആദ്യം ഒന്ന് 2 ആക്കി മടക്കിയിട്ട് ഒന്നും കൂടി ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കിയിടാം. അപ്പോൾ മടക്കിയിടുമ്പോൾ ഞാൻ ഇതുപോലെ ഓപ്പൺ വരുന്ന ഭാഗമൊക്കെ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് മുഴുവൻ നമ്മുടെ ഓപ്പണായി കിടക്കുന്ന ഭാഗമൊക്കെ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കോണ് ആയിട്ട് മടക്കുന്നത്. അംബ്രല്ല കട്ടിങ്ങിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്ക് ഓപ്പണായിട്ടാണ് കിടക്കുന്നത്, മറ്റേ ഭാഗം ഫോൾഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നമ്മുടെ അരവണ്ണവും ലെങ്ത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതിന് മൊത്തത്തിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ അളവ് എത്രയാണോ ആ ഒരു അളവിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് വേണം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അരവണ്ണം നമ്മൾ ഇവിടെ ആദ്യമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 9 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് 9 ഇഞ്ച് വീതിയിലൊന്ന് അരവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റ് എത്രയാണോ 9 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മളിവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വേണം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ യോക്ക് ഭാഗം നമ്മൾ 12.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അത് കുറച്ചിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്ത്, നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്തിൽ നിന്ന് ആ ഒരു 12.5 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ ഈ മോൾഡേത് എത്ര അളവാണോ നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തരുടേതും ഒരളവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് യോക്ക് പാട്ടിൻ്റെ അളവ് കുറച്ചിട്ട് ആ ഒരളവും അതിലേക്ക് താഴേക്ക് മടക്കി തയ്ക്കാൻ 1 ഇഞ്ചും മുകളിൽ നമ്മുടെ മുകളിൽ നമ്മൾ സ്കേർട്ടും യോക്ക് പാട്ടും തമ്മിൽ കൂട്ടി തയ്ക്കാൻ 1/2 ഇഞ്ചും ഇട്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ തയ്യൽ തുമ്പ് അങ്ങനെ ഇട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തപ്പോൾ 12 ഇഞ്ചിന് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അളവെടുത്തു. അതുപോലെ സ്കേർട്ടിലേക്ക് നമ്മൾ അരവണ്ണം കൂട്ടി തയ്ക്കാനുള്ളിടത്ത് 1/2 ഇഞ്ചും ഇവിടെ താഴ്ഭാഗത്ത് മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് എടുത്തിട്ട് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിട്ടുള്ളത്. ആ അളവാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരളവ് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി നമുക്ക് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൽ അംബ്രല്ല ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്ത ഈ 2 ഭാഗങ്ങളും ഇവിടെ 9 ഇഞ്ച് വീതിയിലും ഇവിടെ നമ്മുടെ ലെങ്ത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും വരച്ചു കൊടുത്ത ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡ്രസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഈ ലെങ്ത്തിൻ്റെ നേർപകുതിയാണ് ഞാൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്ന സ്കേർട്ട്. അതിൻ്റെ മുകളിലൊരു ഡബിൾ ലെയറായിട്ട് വെച്ചെടുക്കുന്ന സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നേർപകുതിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു അളവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എത്രയാണോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ. അപ്പോൾ ആ അളവിൻ്റെ നേരെ പകുതി അളവാണ് നമ്മൾ പിന്നെ ഇനി വെച്ച് കൊടുക്കാനുള്ള സ്കേർട്ടിന് എടുക്കുന്നത്. അപ്പോൾ
അത് നമ്മൾ ഇങ്ങനെ നാലാക്കി കോണാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ആ മടക്കിയ ഭാഗത്ത് നമ്മൾ അരവണ്ണം നമുക്ക് ആദ്യം കട്ട് ചെയ്ത അതേ സെയിം അളവ് തന്നെ എടുക്കാതായിരിക്കും, ഇങ്ങനെ വെച്ച് വരച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് വരാൻ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ട് അടയാളം വരക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതാ ഇതുപോലെ വെച്ച് നമുക്ക് ആ ഒരു 9 ഇഞ്ച് വീതി നമുക്ക് ആദ്യം അരവണ്ണത്തിൻ്റെ അളവ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് ലെങ്ത്ത് നമുക്ക് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കേർട്ടിന് ആദ്യത്തേത് നമ്മളൊരു 28 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ 14 ഇഞ്ച് നമുക്കതിൻ്റെ നേരെ പകുതി ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ ആദ്യം വരച്ച് നമ്മൾ ആദ്യം എടുത്ത അളവിൻ്റെ സ്കേർട്ടിൻ്റെ അളവിൻ്റെ പകുതി അളവ് ഇവിടെ ഒന്ന് എടുക്കുന്നുണ്ട്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ അംബ്രല കട്ടിങ്ങിൽ തന്നെ ഒന്ന് വരച്ചിട്ട് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അരവണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇതുപോലെ ആ ഒരു ചെറിയൊരു സ്കേർട്ടിൻ്റെ ആകൃതിയിൽ. അപ്പോൾ നമുക്കിതിങ്ങനെ മടക്കിയിട്ടപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഈ ഭാഗം കൂടി കിടക്കുകയാണ്. ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും, നല്ല ഭംഗിയായിട്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഞാൻ 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ലൈനിങ് പിന്നെ ഒറ്റ കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതും രണ്ടാക്കി മടക്കിയിട്ട് ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കി ഒന്നും കൂടി ഒന്ന് മടക്കിയതാ ഇതുപോലെ 4ആക്കി ഒന്ന് മടക്കിയിടുന്നുണ്ട്. ലൈനിങ്ങും ഞാൻ മടക്കിയിട്ടപ്പോൾ ഓപ്പണായി വരുന്ന ഭാഗമൊക്കെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് 2 പീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അരവണ്ണത്തിൻ്റേത് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് ആ സ്കേർട്ടിൻ്റെ വെച്ചിട്ട് അരവണ്ണം നമുക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് റെഡിയാക്കി നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത സ്കേർട്ട് ഉണ്ടല്ലോ, ഏറ്റവും ഇറക്കമുള്ള സ്കേർട്ട്, ആ സ്കേർട്ടിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഉള്ളിൽ താഴേക്ക് ഇങ്ങനെ ലൈനിങ് ഇറങ്ങി വരാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മൾ കുറച്ച് ലൈനിങ് ഒരു 2 ഇഞ്ചോളം കുറച്ചിട്ടാണ് ഞാൻ അവിടെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ വരച്ച ഭാഗം നമ്മൾ ഇതുപോലെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ സ്കേർട്ടിനുള്ള ക്ലോത്തും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടി കട്ട് ചെയ്ത ഭാഗമാണിത്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മളിതാ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് നമുക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് വെക്കുക. അപ്പോൾ ആദ്യം ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ടോപ്പിലൊക്കെ ലൈനിങ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഇതുപോലെ, അതായത് ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ നെക്ക് ഉണ്ടല്ലോ അതൊന്ന് അതിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. കോളർ ആയതുകൊണ്ട് നമുക്ക് മറിച്ച് തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വരച്ചു കൊടുത്ത റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ല അതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തും നമ്മുടെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിൽ ഒരേപോലെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കൂട്ടി നമുക്ക് ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിലൊന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി ഈ ഒരു ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ചുറ്റുഭാഗവും അതുപോലെ ലൈനിങ്ങും നല്ല ക്ലോത്തും അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് പീസ് സെറ്റാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയൊക്കെ അങ്ങനെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വരണം. അപ്പോൾ ഓരോ കാര്യങ്ങൾ അപ്പക്കപ്പം തന്നെ ചെയ്തു പോയാൽ നമുക്കങ്ങനെ വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ബാക്ക് ഭാഗമാണ് ബാക്ക് യോക്കാണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നെക്ക് 1 ഇഞ്ച്
ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ കോളർ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇടാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിബ് എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്ത് ഇങ്ങനെ നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി രണ്ടാക്കി മടക്കിയിട്ട് അവിടെ നിന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ആ ഒരു അടയാളം നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അവിടെ ഒരു ആ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനാണ്. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിൻ്റെ അടുത്തുകൂടെ എത്ര അടുത്തുകൂടെ തയ്ച്ചെടുക്കാൻ പറ്റുമോ അത്ര അടുത്തുകൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചോക്ക് കൊണ്ട് വരച്ചപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം അടുത്തൂടെ ആ സെൻറ്റർ ഭാഗത്തുള്ള ലൈനിൻ്റെ എത്ര അടുത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രയും അടുത്തൂടെ ഒന്ന് തയ്ച്ചെടുത്ത് വരാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ നല്ല ഭാഗത്ത്, അതായത് നമ്മുടെ യോക്കിൻ്റെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഈ ഒരു എന്താ പറയുക സിബ് വെച്ചെടുക്കാനുള്ള ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്ലോത്ത് ഇങ്ങനെ തെന്നി മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ നെക്കിൻ്റെ വരച്ചു കൊടുത്തില്ലേ, ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ഈ ഒരു ഭാഗം ആ സെൻറ്റർ ഭാഗത്തോടുള്ള അതിൻ്റെ അടുത്ത് കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുത്ത് വരാം. നമ്മൾ നെക്ക് ഒന്നും ചെയ്യണ്ട, നമുക്ക് ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ ആ ഒരു വരച്ചു കൊടുത്ത ലൈനിൻ്റെ അപ്പുറപ്പുറൂടെ രണ്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതാ ആ സെൻറ്റർ ഭാഗത്തോട് വരച്ച ആ ഒരു ഭാഗമല്ലേ, ആ ഭാഗം ആ വരെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം 1 ഇഞ്ച് വീതിയിൽ അതും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഈ ഭാഗം സ്റ്റിച്ച് വരുന്നില്ല, സിബ് വെച്ചെടുക്കുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് വരുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് മറിച്ച് കൊടുക്കാം. ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് മറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗവും സിബ് വെച്ചെടുക്കാനുള്ള ഭാഗമൊക്കെ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് രണ്ട് സൈഡിലും തയ്ച്ചു കൊടുക്കുക. അതുപോലെ സിബ് വെച്ചെടുക്കാനുള്ള ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ കൈക്കൂടെ ഭാഗവും ഈ ഒരു ലൈനിങ് തുണിയും അതുപോലെ നല്ല ക്ലോത്തും ഫുള്ളായിട്ട് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. സിബ് വെക്കാനുള്ള ഭാഗവും അതുപോലെ തന്നെ രണ്ട് സൈഡൊക്കെ വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പിലേക്ക് നമുക്ക് നമ്മുടെ സിബ് വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ സിബ് ഉണ്ടാവുക ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ സിബ് വെക്കുമ്പോൾ നമുക്ക് കോളർ വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതും നമ്മൾ സിബൊക്കെ വെച്ച് കൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷോൾഡറൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഷോൾഡറിൻ്റെ ഭാഗം രണ്ട് സൈഡും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കറക്റ്റായി ഒന്ന് പിടിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല, നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട്. കാണിക്കാത്തത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് കോളർ വെച്ചെടുക്കണം. കോളർ വെച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് അളവെടുക്കണം. ഈ റൗണ്ടായിട്ട് അളവെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് റൗണ്ട് ഇങ്ങനെ എടുത്തിട്ട് സിബിൻ്റെ മറ്റേ സൈഡിൽ എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് അളവെടുക്കണം. കറക്റ്റ് നമ്മൾ നന്നായി അളവെടുക്കുന്നത് തെറ്റിയാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്നതും തെറ്റും. അപ്പോൾ നമ്മൾ അളവെടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സിബിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സിബിൻ്റെ ഈ ഒരു സൈഡിൽ എത്തുന്നത് വരെ ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് അളവെടുത്തപ്പോൾ എനിക്കത് 18 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. 18 ഇഞ്ചിലേക്ക് ഒരു 2 വരെ കുറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കോളറിന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസ് രണ്ടാക്കി മടക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 18 ഇഞ്ചാണെങ്കിൽ നമുക്ക് 9 എടുക്കാം. ഇതിപ്പോൾ 18 ഇഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 8.9 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 8.5 എടുത്ത് നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുക നമ്മുടെ ടാപ്പിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ 8.9
9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആദ്യം ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോളറിനുള്ള വീതി 1.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീതി അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഈ ഒരു അറ്റം വരെ വരച്ചു കൊടുത്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ ഭാഗത്ത് നമുക്ക് 8.9 ഇഞ്ച് ലെങ്ത്ത്, കോളറിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ അതും ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇവിടേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള, നമ്മളെ തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ താഴേക്കുള്ള ആ ഭാഗമാണ്. ഇത് മുകൾ ഭാഗമാണ്. മുകൾ ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ചെരിച്ചൊന്ന് ഇതുപോലൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്യാം. ക്യാൻവാസ് ഇങ്ങനെ കറക്റ്റ് ആയി കിട്ടാനാണ്, നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതേ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്ത ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു പീസ് നമുക്ക് നമ്മുടെ തുണിയിലൊന്ന് അയൺ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കോളറിന് നമ്മൾ ആ സെയിം തുണി തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ യോക്കിൻ്റെ ആ ഒരു തുണി തന്നെ എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ചീത്ത ഭാഗത്ത് ആണ് വെച്ച് നമ്മളിതൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നത്. അതിൽ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അയൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗം വരെ ആദ്യം തയ്ച്ചെടുക്കണം. മുകളിലൂടെ ഈ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറ സൈഡ് വരെ എത്തിച്ചു കൊടുക്കണം. താഴെ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുവരെ കറക്റ്റ് ഇവിടെ വരെ ഒന്ന് തയ്ച്ച് എടുക്കണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം അതിൻ്റെ അടുത്തൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാല് എത്രയും അടുത്തൂടെ കട്ട് ചെയ്യാൻ പറ്റും അത്രയും അടുത്തൂടെ കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. താഴെ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ഭാഗം വിട്ടിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത്. മാറ്റിയിട്ട് നമുക്ക് ചുറ്റുഭാഗത്ത് ഇതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് മറിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഉള്ളിലേക്ക് നല്ല ഭാഗത്തേക്ക് നമുക്ക് മറിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് മറിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ള ക്ലോത്ത് ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ തുണിയിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്നൊരു ഭാഗം മാത്രം ക്യാൻവാസുള്ള ഭാഗം മാത്രം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സിബിൻ്റെ ഭാഗത്ത് നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാൻവാസുള്ള ഭാഗമല്ലാതെ മറ്റേ ഭാഗമാണ് നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ച് റൗണ്ടായിട്ട് തയ്ച്ചെടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് ക്യാൻവാസ് വരുന്ന ഭാഗം വെച്ച് തയ്ച്ചെടുത്തത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല റൗണ്ട് കോളറായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ റൗണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് സിബൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് ഡ്രസ്സ് ഇടാനും ഊരാനും ഒക്കെ ഭംഗി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ടും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എങ്ങനെയായിരിക്കും നമ്മുടെ സ്കേർട്ട് ഉണ്ടാവുക, അതായത് നമുക്ക് ആദ്യം വലിയ ലെങ്ത്തിലുള്ള ഒരു നമ്മുടെ സ്കേർട്ട് വേണം. അപ്പോൾ മുകളിൽ വരെ നമ്മുടെ ചെറിയ ലെങ്ത്തിലുള്ളതായിരിക്കും. അപ്പോൾ അത് വേണം ആദ്യം നമുക്ക് ഇതിൽ വെച്ച് തയ്ച്ചെടുക്കാനായിട്ട്. ആദ്യം ഈ ഒരു ചെറുതായി നമ്മൾ ഒരു പകുതി ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം യോക്ക് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ ആ ലെങ്ത്തിലുള്ള നമ്മുടെ വലിയ ലെങ്ത്തിലുള്ള ആ ഒരു സ്കേർട്ട് ഉണ്ടല്ലോ, അതാണ് രണ്ടാമതായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ അരവണ്ണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അരവണ്ണത്തിൻ്റെ ഭാഗം കൂടി വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് നമ്മുടെ താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ പകുതി ലെങ്ത്തുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഫുൾ ലെങ്ത്ത് അല്ല, പകുതി ലെങ്ത്തുള്ള ആ ഒരു ക്ലോത്ത് നമ്മുടെ ഫ്രണ്ട് ആദ്യം കാണുന്ന മുകൾ ഭാഗത്ത് വരേണ്ടത് ഈ ഒരു ക്ലോത്താണ്. അപ്പോൾ മുകൾ ഭാഗത്ത് വരേണ്ട ക്ലോത്താണ് ആദ്യം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ എല്ലാം ഒരേ സ്റ്റിച്ചിൽ വരണം. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്.
ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 3 ചെറിയ പീസും വലിയ പീസും ലൈനിങ്ങും ഒക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് വേറെ തയ്ച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് തയ്ച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ തയ്ച്ചെടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വലിയ അതായത് ഫുൾ ലെങ്ത്തിലുള്ള നമ്മുടെ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസാണ് ഇവിടെ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് യോക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അതും നമുക്ക് അതേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരേ സ്റ്റിച്ചിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ ശ്രദ്ധിക്കണം. ഒരേ ആ സ്റ്റിച്ച് ചെയ്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേ സ്റ്റിച്ചിലൂടെ വരുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്കേർട്ടും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ലൈനിങ്ങിൻ്റെ അരവണ്ണത്തിൻ്റെ ഭാഗവും ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒക്കെ കറക്റ്റായിരിക്കും. നമ്മൾ അളവെടുത്തതൊക്കെ കറക്റ്റായാൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായി കിട്ടും. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിലൂടെ തന്നെ തയ്ച്ച ആ ഭാഗത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ലൈനിങ് കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, മുൻഭാഗം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഞാൻ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുക. താഴ്ഭാഗം ഇതുപോലെ എങ്ങനെ കിട്ടും. നമുക്ക് ആദ്യം മുകളിലേക്ക് വലിപ്പം കുറഞ്ഞ ആ ഒരു സ്കേർട്ടും പിന്നെ അതിൻ്റെ നേരെ താഴെ വലിയ സ്കേർട്ടും കിട്ടും. പിന്നെ ലൈനിങ് പിന്നെ എന്തായാലും ഉള്ളിലായിട്ട് വരുന്ന രീതിയിലും കിട്ടും. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാക്ക് പീസിലുള്ള സ്കേർട്ടിനുള്ള ഭാഗമൊക്കെ തയ്ച്ചെടുക്കണം. ഇതേപോലെ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു വൃത്തികേടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് ഭാഗത്തും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗമൊക്കെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹാഫ് സ്കേർട്ടും ഫുൾ സ്കേർട്ടൊക്കെ ആയിട്ടുള്ള ഡബിൾ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അടിപൊളിയായിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈനിങ് നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഉള്ളിലെ കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂട്ടി 2 ഭാഗവും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം യോക്കിൻ്റെ ഭാഗം, അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് യോക്കിൻ്റെ ഭാഗം വരെ 1 ഇഞ്ച് വീതിയിൽ ഇതുവരെ ഒന്ന് 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു കയറ് വെച്ച് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് അധികം ടൈറ്റായിട്ട് തയ്ച്ചാൽ അവർക്ക് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടീനേജ് മക്കളൊക്കെ ഒന്നും ഇടുന്ന പോലെയല്ലല്ലോ, മക്കൾക്കൊക്കെ ഒരു ലൂസ് വേണമല്ലോ. അപ്പോൾ ചെറിയ മക്കളാകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇതുപോലെ കെട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചൊരു ലൂസാക്കി അടിച്ചിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ അത് യോക്കിൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് നമുക്ക് തയ്ച്ച് കൊടുക്കണം. തയ്ച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് യോക്കിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് തയ്ക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് ലൈനിങ് ക്ലോത്തും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഹാഫ് ലെങ്ത്തിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും, അതായത് ഫ്രണ്ട് ഭാഗത്തെ ആ പീസും ബാക്ക് ഭാഗത്തെ പീസും മാത്രം ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്തൊക്കെ മാറ്റിയിട്ട് അത് മാത്രമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ആദ്യം യോക്കിൻ്റെ താഴെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ, അതായത് ഫുൾ സ്കേർട്ട് ലെങ്ത്തിലുള്ള ആ സ്കേർട്ടില്ലേ, അത് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്തും ആ ചെറിയ ക്ലോത്തൊന്നും സ്റ്റിച്ചിങ്ങിൽ പെടരുത്. മറ്റേ ക്ലോത്തൊന്നും സ്റ്റിച്ചിൻ്റെ ആ ഒരു തയ്ക്കുമ്പോൾ അതിൽ പെടാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം ഈ 2 തയ്ച്ചതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ് ക്ലോത്ത് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലൈനിങ് ക്ലോത്ത് തയ്ക്കുമ്പോൾ മറ്റേ 2 ക്ലോത്തും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൽ 2ലും തയ്യൽ തട്ടാത്ത രീതിയിൽ അതും തയ്ച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് യോക്കിൻ്റെ ഭാഗം വരെ ആദ്യം ഒന്ന് തയ്ച്ചെടുക്കും. പിന്നെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ.
ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് താഴേക്ക് തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ 2 ലെങ്ത്ത് കുറഞ്ഞ ഈ സ്കേർട്ട് ഉണ്ടല്ലോ അതാദ്യം തയ്ക്കണം. ആ തയ്ക്കുമ്പോൾ മറ്റേ ക്ലോത്തുകളൊന്നും തട്ടാൻ പാടില്ല, സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വലിയ ലെയറുള്ള വലിയ ഇറക്കത്തിലുള്ള ആ ഒരു സ്കേർട്ടും പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വരണം. അതൊക്കെ തയ്ക്കുമ്പോൾ സെപ്പറേറ്റ് തയ്ക്കണം. മറ്റേ ക്ലോത്തിലൊന്നും സ്റ്റിച്ചിങ് തട്ടാത്ത രീതിയിൽ തയ്ച്ചെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കയറും ഒരു യോക്ക് പാട്ടിൻ്റെ എൻ്റെ ഭാഗത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്കൊക്കെ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ അതുണ്ടാവും. ഈ ലെയർ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ഒട്ടി കിടക്കുമ്പോൾ വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗം മാത്രം ആദ്യം ഈ ഹാഫ് സ്കേർട്ടിൻ്റെ ഭാഗം മാത്രം നമുക്കൊന്ന് ചുറ്റുഭാഗം റൗണ്ടായിട്ട് ഒന്ന് ഇവിടെ കൂടെ ഒക്കെ ഒന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് തയ്ക്കാൻ പറ്റും. അത്രയും ചെറുതായിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗവും നമുക്ക് മടക്കി തയ്ക്കണം. താഴെ ലൈനിങ്ങിൻ്റെ ഭാഗവും ലൈനിങ്ങിൻ്റെ തുണിയും നമുക്ക് മടക്കി തയ്ച്ച് വരണം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മടക്കി തയ്ച്ചെടുത്തിട്ട് എങ്ങനെയുണ്ട് മോൾക്ക് ഇട്ടിട്ട് എന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോൾ ഇട്ടിട്ടുള്ള ലുക്ക്. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഫംഗ്ഷൻ, കല്യാണമായാലും ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കോളറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ലുക്കാണ്. ഏത് ഡ്രസ്സിനായാലും കോളർ വെക്കുമ്പോൾ ഒരു നല്ലൊരു പ്രൗഡ് ലുക്കാണ് തോന്നുക. ഇപ്പോൾ മോക്കിട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. 2 ലെയറായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ലെയറുള്ളതൊക്കെ ലൈസ് വെച്ച് കൊടുക്കാം. അത് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. നമുക്ക് വെറും 500 രൂപയ്ക്കുള്ളിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്ര കുറഞ്ഞ വിലയിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഏത് കടയിൽ പോയാലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.